പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഭാരങ്ങളേറുമ്പോൾ കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം ഉത്തമഗീതം അതിൽ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കാം. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി. ഞാൻ എൻ്റെ തേൻകട്ട തേനോടുകൂടെ തിന്നും എൻ്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചുമിരിക്കുന്നു. സ്നേഹിതന്മാരെ തിന്നുവീൻ, പ്രിയരെ കുടിച്ചു മത്തരാകുവീൻ. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. എൻ്റെ ശിരസ്സ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നതെങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നതെങ്ങനെ? എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എൻ്റെ പ്രിയനെ തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതുപടികളിന്മേൽ പൊഴിച്ചു. ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി തുറന്നു, എൻ്റെ പ്രിയനോ പോയിക്കളഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കേ, എൻ്റെ സുന്ദരി, തുറക്കുക. എൻ്റെ പ്രിയയെ തുറക്കുക. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. ശലോമോൻ എഴുതിയ ഒരു പ്രേമകാവ്യമാണ് ഈ ഉത്തമഗീതം. സോങ് ഓഫ് സോങ്സ്, പാട്ടുകളുടെ പാട്ട്. ശലോമോൻ എഴുതിയ സദൃശവാക്യങ്ങളുണ്ട്, സഭാപ്രസംഗമുണ്ട്, ഉത്തമഗീതമുണ്ട്. ഇതിൽ ഒരു ദേവാലയത്തോട് ഉപമിക്കുകയാണെങ്കിൽ സദൃശവാക്യങ്ങളുടെ പ്രകാരം സഭാപ്രസംഗി അതിൻ്റെ വിശുദ്ധ സ്ഥലം, ഉത്തമഗീതം അതിൻ്റെ അതിവിശുദ്ധ സ്ഥലം. സദൃശവാക്യം ശരീരത്തെ കുറിക്കുന്ന, ശരീരത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന, ശാരീരികമായ ഭൗതികമായ കാര്യങ്ങൾ പറയുന്ന പുസ്തകമാണ്.
സഭാപ്രസംഗി മാനസികമായ കാര്യങ്ങൾ, മാനസികമായി അപഗ്രഥിച്ച് മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ പറയുന്ന കുറച്ചുകൂടി ചിന്തോദ്ദീപകമായ പുസ്തകമാണ്. ഉത്തമഗീതം ആത്മാവിൻ്റെ കാര്യം പറയുന്ന അത്യന്തം ഗൗരവമേറിയ ഒരു പുസ്തകമാണ്. അതൊരു കാവ്യമാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മിസ്റ്റിക് പോയട്രി എന്ന് പറയുന്ന ആ ഒരു മിസ്റ്റിസിസം, മിസ്റ്റിക് പോയട്രി, യോഗാത്മക കവിത എന്ന് പറയും. മനുഷ്യനും ദൈവം തമ്മിലുള്ളതായ ബന്ധത്തെ ആസ്പദീകരിക്കുന്നതായ കവിതയ്ക്കാണ് ഈ മിസ്റ്റിക് പോയട്രി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു മിസ്റ്റിക് പോയട്രിയാണ് ഉത്തമഗീതം. അതിൻ്റെ ആത്മീയമായ അർത്ഥം ഗ്രഹിച്ചില്ലെങ്കിൽ സാധാരണ വായിക്കുന്നവർക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോകും. ജഡികമായ രീതിയിൽ വായിച്ചു പോയാൽ അതിനകത്ത് വളരെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്നതായ ചില പ്രയോഗങ്ങളെല്ലാം കാണും. പക്ഷേ ആത്മീയമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് എത്രയോ മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാകും. വളരെ മനോഹരമായ പുസ്തകമാണ്. ഇതിൽ ശലോമി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ശലോമോൻ രാജാവ്, ഒരിടയൻ, കാനന മേഖലകളിൽ ആട് നോക്കി നടക്കുന്ന ഒരു പാവപ്പെട്ട ഇടയൻ. ഈ ഇടയനുമായി ശലോമി ഒരിക്കൽ വ്യക്തമായ ഒരു ഉഭയസമ്മതത്തിലേക്ക് വന്നു, ഒരു ഉടമ്പടി. അതിന് കാരണം അവൾ ആരോരുമില്ലാതെ കിടന്നപ്പോൾ അവളെ എടുത്ത് വളർത്തിയത് ഈ ഇടയനാണ്. വെളിംപ്രദേശത്ത് കിടന്ന് രക്തത്തിൽ കിടന്ന് ഉരുളുന്നതായ ചോരക്കുഞ്ഞിനെ, അമ്മ ഉപേക്ഷിച്ചു പോയ ആ കുഞ്ഞിനെ എടുത്ത് വളർത്തിയത് ഈ ഇടയനാണ്. അതുകൊണ്ട് അവൾക്ക് ഇടയനോട് കടപ്പാടുണ്ട്, ഇടയനോട് നന്ദിയുണ്ട്. അവൾ വളർന്നു വരുന്നവരെയും ഇടയൻ അവളെ പരിപാലിച്ചു, അവളെ സംരക്ഷിച്ചു. എന്നാൽ അവളുടെ അമ്മയുടെ മറ്റ് പുത്രന്മാരുണ്ട്, മക്കൾ, അവർ ഇവൾ സഹോദരിയാണ് എന്ന് മനസ്സിലാക്കി അവളെ കൊണ്ടുപോയി അവരുടെ കൂട്ടത്തിൽ പാർപ്പിച്ചു. അവൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അവിടെ. അമ്മ ഉപേക്ഷിച്ചു പോയത്, അമ്മ തള്ളിക്കളഞ്ഞ കൊച്ച്, ഏതോ ഒരു ഇടയൻ വളർത്തിയ കുട്ടി. ഈ പെൺകുട്ടി അവൾ ഇടയനുമായി വ്യക്തമായൊരു ഉഭയസമ്മതം ചെയ്തിരുന്നു. ഞാൻ നിൻ്റേത്. ഇടയൻ പറഞ്ഞു, ഞാനും നിൻ്റേത്. നീ എൻ്റേത്, നീ എൻ്റേത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഞാൻ നിൻ്റേതെന്ന് ഈ പെൺകുട്ടി ശലോമി ഇടയനോട് പറഞ്ഞു. ഏതെല്ലാം സാഹചര്യം വന്നാലും ഒരിക്കലും ഞാൻ നിന്നെ വിട്ട് വിരികയില്ല എന്നവൾ പറഞ്ഞു. ഇടയൻ അതുപോലെ തന്നെ, നിനക്ക് വേണ്ടി ഞാൻ ത്യാഗം സഹിച്ച് നിന്നെ വളർത്തി, ഞാൻ നിന്നെ ഒരു ആൾ കൈവിടുകയില്ല എന്ന് ഇടയനും പറഞ്ഞു. ഇടയ യുവാവ് അവളോട് പറഞ്ഞ വാക്ക് അവൾ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ശലോമോൻ രാജാവ് തൻ്റെ ഭരണാധികാരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് ഒരിക്കൽ യാത്ര ചെയ്തത്. ഗ്രാമപ്രദേശത്ത് ചെന്നു. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. അത് ശലോമിയെ കണ്ടു. ശലോമി സുന്ദരിയായ ഈ പെൺകുട്ടിയെ ശലോമോൻ രാജാവ് തീരുമാനിച്ചു അവളെ എൻ്റെ രാജ്ഞിയാക്കണമെന്ന്, ഭാര്യയാക്കണമെന്ന്. ശലോമോൻ രാജാവ് കൊട്ടാരത്തിൽ ചെന്നതിന് ശേഷം ശലോമോൻ രാജാവ് ആളയച്ച് പറയിച്ചു ഇവിടെ സഹോദരന്മാരോട്, നിങ്ങളുടെ സഹോദരിയെ എനിക്ക് ഭാര്യയാക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവൾ രാജ്ഞിയായി വാഴണം, പട്ടമഹിഷിയായിട്ട് വാഴണം എന്ന് പറഞ്ഞു. സഹോദരന്മാർക്ക് വലിയ സന്തോഷമായി. മോളെ, നമ്മുടെ കുടുംബത്തിൽ ഭാഗ്യം വന്നിരിക്കുകയാണ്, നിന്നെ രാജാവ് പട്ടമഹിഷിയാക്കാൻ, രാജ്ഞിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്നാം രാജ്ഞി, ഏറ്റവും വലിയ പദവിയും അധികാരമുള്ള രാജ്ഞിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, എന്നെ എടുത്തു വളർത്തിയ ഒരു ഇടയനുണ്ട്, എന്നെ ജീവിക്കാൻ അനുവദിച്ചൊരു ഇടയനുണ്ട്, ഞാൻ മരിച്ചു പോകുമായിരുന്നു. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് അമ്മ എന്നെ പ്രസവിച്ചിട്ട് എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ എന്നെ കണ്ടെത്തിയ ഒരു നല്ല ഇടയനുണ്ട്, അദ്ദേഹത്തെ എനിക്ക് ഉപേക്ഷിക്കാൻ നിർവാഹമില്ല. ഞാൻ വാക്ക് പറഞ്ഞു പോയി. എനിക്ക് എൻ്റെ ജീവിതം മുഴുവനും അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു കഴിഞ്ഞു. അവർ പറഞ്ഞു, നീ എന്ത് വിട്ടിത്താണ്ടി പറയുന്നത്? ഇത്രയും വലിയ ഭാഗ്യം വന്നിട്ട്, രാജാവിൻ രാജ്ഞിയാകുന്ന പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ, ഇത്രയും വലിയ ഭാഗ്യം വന്നിട്ട് നീ എന്താണത് തള്ളിക്കളയുന്നത്? മോളെ, നിൻ്റെ നന്മയ്ക്കാണ് പറയുന്നത്, ഞങ്ങൾക്കും നന്മയാണ്, നിനക്കൊരു രാജ്ഞിയായി തീർന്നാൽ ഞങ്ങൾക്കും ഗുണമല്ലേ? എന്തെല്ലാം പറഞ്ഞിട്ട് അവൾ വഴങ്ങിയില്ല. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് അവളെ മുന്തിരിത്തോട്ടത്തിന് കാവലാക്കി. നിൻ്റെ തൊലിയുടെ നിറം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അല്ലേ നിനക്ക് ഈ അഹങ്കാരം, ഞങ്ങൾ പറഞ്ഞ അനുസരിക്കാത്തത്, അതുകൊണ്ട് നീ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലായി നിൽക്കുക എന്ന് പറഞ്ഞു. വെയിൽ കൊണ്ട് അവൾ കറുത്തു. സൗന്ദര്യം കുറച്ച് കുറഞ്ഞതുപോലെ അവർ വിചാരിച്ചു. പക്ഷേ ഇവളുടെ സൗന്ദര്യം കുറഞ്ഞാലും വെയിൽ കൊണ്ട് കറുത്താലും ഇടയൻ അവൾ ഉപേക്ഷിക്കുകയില്ല. വാക്കങ്ങനെയാണ്.
ഒരുപക്ഷെ സൗന്ദര്യം കുറഞ്ഞു. ഈ തോട്ടത്തിൽ ഒന്ന് കാവൽ നിൽക്കുന്ന പകലന്തിയോളം കാവൽ നിൽക്കുന്നതുകൊണ്ട് ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ഇരുൾ നിറം പറ്റി. ഇരുൾ നിറം പറ്റി ഞാൻ കറുത്തിരിക്കിയാൽ നിങ്ങൾ തുറച്ചു നോക്കരുത് നമ്മൾ പറയുന്നുണ്ട്. കുറച്ച് മേനി പകിട്ട് പോയി. പക്ഷേ അവളുടെ ഹൃദയത്തെ മാറ്റാൻ കഴിഞ്ഞില്ല. അവൾ പിന്നെയും ഇടയനെ തന്നെ ഓർത്തുകൊണ്ടേയിരുന്നു. രാജാവ് ഒരു കാര്യം ചെയ്തു. ഇവൾ ഒരു കാര്യം ചെയ്യട്ടെ, എന്നെ കൊട്ടാരത്തിലൊന്ന് താമസിക്കട്ടെ. എൻ്റെ വലിയ ഔന്നത്യങ്ങൾ, വലിയ ഉന്നതമായ അധികാരങ്ങളും എൻ്റെ കഴിവുകളും എൻ്റെ പ്രതാപവും എല്ലാം ഇവളൊന്ന് കാണട്ടെ. അവളപ്പോൾ വഴങ്ങിക്കൊള്ളും. അവൾ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവൾക്ക് പ്രത്യേകമായ ഒരു അരമന പണിത് കൊടുത്തു, ഒരു പ്രത്യേക അരമന. അതിനകത്ത് അവൾക്ക് പുറത്ത് കിടക്കാൻ അനുവാദമില്ല. അവളെ ചുറ്റി യെരൂശലേം പുത്രിമാരെന്ന് പറഞ്ഞ സുന്ദരിമാരായ യെരൂശലേം കന്യകമാരെ ഇരുത്തി. അവരിങ്ങനെ ശലോമോൻ്റെ മഹിമകൾ വർണ്ണിക്കുകയാണ്, പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ശലോമോൻ്റെ വർണ്ണനകൾ പാടിപ്പാടി ഓരോ പാട്ടും കഴിയുമ്പോൾ ചോദിക്കും, ശലോമി, നിനക്ക് ഇത്രയും പ്രതാപശാലിയായ രാജാവിനെ ഭർത്താവായിട്ട് കിട്ടുന്നത് എന്തൊരു ഭാഗ്യവതിയാണ്, നീ അത് ഉപേക്ഷിക്കണോ? അവൾ അന്നേരം പറയും, യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, ഇടമാനുകളാണ്. എൻ്റെ പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ മാറുകയില്ല എന്നവൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഏതാണ്ടൊരു വീട്ടുതറങ്കലില്ല, പുറത്തു പോകാൻ അനുവാദമില്ല. ഇവളകത്ത് ഈ യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ അകത്ത് അവളിരിക്കും. വളരെ വിശേഷപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇവളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണർന്നിരിക്കുന്ന ഇടയനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. എന്നെ അനാഥയായി കിടന്ന എന്നെ, ചോരയിൽ കുളിച്ച് കിടന്ന എന്നെ, ചോരക്കുഞ്ഞായിരുന്ന എന്നെ, ഉറുമ്പുകളും മറ്റ് ക്ഷുദ്രജീവികളും കടിച്ചു പറിച്ച് നശിപ്പിച്ചുകൊണ്ടിരുന്ന എന്നെ രക്ഷിച്ച് എനിക്ക് ജീവൻ തരാൻ കരുണ തോന്നിയ ആ നല്ല ഇടയൻ, അവനോട് പറഞ്ഞ വാക്ക് ഞാൻ മാറുകയില്ല എന്നവൾ ഉറച്ചു നിന്നു. ഇത് വാസ്തവത്തിൽ അതിൻ്റെ മിസ്റ്റിക് മീനിങ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മെ വീണ്ടെടുത്തത്. നാം ഭീകരമായ പൈശാചികൻ്റെ ചതിയിൽപ്പെട്ട് പാപത്തിൻ്റെ ഹീനമായ ചെളിക്കുണ്ടിൽപ്പെട്ട് നാം നശിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ രക്ഷിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവാണ് ഇടയൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശലോമി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെക്കുറിച്ചുമാണ്. നമ്മെ വീണ്ടെടുക്കുവാനും നമ്മെ സംരക്ഷിക്കുവാനും ഇത്രയും കാലം നമ്മെ പോറ്റി പുലർത്തുവാനും കരുണ കാണിച്ച കർത്താവായ യേശുക്രിസ്തുവിനോട് ഉടമ്പടി ചെയ്തു. അതാണ് മാമോദിസയിൽ ചെയ്ത ഉടമ്പടി. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. യേശുക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു, അത് ഒരിക്കലായിട്ട് സംഭവിച്ചു കഴിഞ്ഞു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. എന്നാൽ മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞെങ്കിലും പൈശാചികൻ കെണിവെക്കുകയാണ്. പൈശാചികൻ എങ്ങനെയെങ്കിലും ഇവളെ തട്ടിയെടുക്കാൻ നോക്കുന്നു. ശലോമോൻ രാജാവ് ഇവളെ സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്നു. പല പ്രലോഭനങ്ങളും കൊടുക്കുന്നു, പല വാഗ്ദാനങ്ങളും കൊടുക്കുന്നു, അവൾക്ക് പല ഔന്നത്യങ്ങളും കൊടുക്കുന്നു, ഉന്നത സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു, അവൾക്ക് രാജ്ഞിപ്പട്ടം കൊടുക്കുന്നു, പലതരത്തിൽ അവളെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇതിലൊന്നിലും അല്പം പോലും കൂസലില്ലാതെ അവൾ ധീരതയോടെ അവൾ നിന്നുകൊണ്ട്, ഇല്ല, ഞാൻ ആ ഇടയൻ്റെ ഭാര്യയായേ ജീവിക്കൂ, വേറൊരാളെ എനിക്ക് ചിന്തിക്കാൻ വയ്യ എന്ന് അവൾ ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സഭ ക്രിസ്തുവിനെ സ്വന്തം അരുമണവാളനായി, രക്ഷകനായി, കർത്താവായി, ഇടയനായി, ഉടയവനായി കൈക്കൊള്ളുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ശലോമോൻ രാജാവിൻ്റെ പിടിയിൽ നിന്ന് വിട്ട് ഇടയനോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിന്നു. ഇതാണ് ഇതിൻ്റെ മിസ്റ്റിക് മീനിങ്. ഇവളൊരു ദിവസം രാത്രി അവളുടെ മുറിയിൽ കിടക്കുകയായിരുന്നു. യെരൂശലേം പുത്രിമാരെല്ലാം അവൾ ഉറക്കം പിടിച്ചല്ലോ, ഇനി കുഴപ്പമില്ലല്ലോ, അവളെ വിട്ട് അവരുടെ കാര്യങ്ങൾക്ക് പോയി. രാത്രിയാണ്. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നു. അതാണ് ഇപ്പം വായിച്ചത് 2-ാം വാക്യം. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഉറക്കമാണ്, പക്ഷേ എങ്കിലും എപ്പോഴും ഒരു ജാഗ്രതയുണ്ട് ഹൃദയത്തിൽ, ഒരു ചിന്തയുണ്ട്. എൻ്റെ ആ നല്ല ഇടയൻ, എൻ്റെ ഉടയവൻ, എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകൻ, എന്നെ വീണ്ടെടുത്തവൻ, ആ ഭീകരമായ നാശത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചവൻ, ഞാൻ തീർന്നു പോകേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് ജീവൻ തരാൻ കരുണ തോന്നിയവൻ, ആ ഇടയനെക്കുറിച്ചുള്ളതായ ഓർമ്മ കൊണ്ട് അവളുടെ മനസ്സ് മുഴുവനായിട്ടുള്ള ഉറക്കമല്ല, ഒരു പാതി മയക്കത്തിലാണ്. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. അപ്പോഴാണ് വാതിൽക്കൽ ആരും മുട്ടുന്നു.
മുട്ടിക്കൊണ്ടിരുന്നപ്പോഴേ അവൾ കാതോർത്തു, ഉറക്കത്തിലാണ്, കാതോർത്തു, ആരാണ് മുട്ടുന്നത്, രാത്രി വന്ന് മുട്ടുന്നു, വാതിൽക്കൽ മുട്ടുന്നത്. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിൽക്കൽ മുട്ടുന്നു എൻ്റെ പ്രിയൻ്റെ സ്വരം. വിളിക്കുകയാണ്, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. പ്രിയം പറയുകയാണ്, നീ വാതിൽ തുറക്കൂ. നിൻ്റെ തേടിയാണ് ഞാൻ കാടും മലയും കിടന്നു വന്നത്. നീ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, എൻ്റെ തലമുടിയെല്ലാം മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കുന്നു, കുറുനിരകൾ മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കുന്നു. ഞാനാകെ തളർന്നാണ് വന്നിരിക്കുന്നത്. കാടും മലയും താണ്ടി, കുന്നും മലയും താണ്ടി ഞാൻ ക്ലേശിച്ചാണ് യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് നിന്നെ കാണാൻ. നിന്നെ ഈ ഇപ്പോഴുള്ള ഈ തടവറയിൽ നിന്ന് ഒടുവിക്കുവാൻ ഞാൻ വന്നിരിക്കുകയാണ്. വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ട്, കുറുനിരകൾ രാത്രിയിൽ പെയ്യും തുള്ളി കൊണ്ട് നനഞ്ഞിരിക്കുന്നു. രാത്രിയിൽ മഞ്ഞുള്ളി കൊണ്ട് എൻ്റെ ശിരസ് മുഴുവൻ നനഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങ് ദൂരെ ദൂരെ കാനന പ്രാന്തങ്ങളിൽ നിന്ന്, ഞാൻ മലഞ്ചെരുവുകളിൽ നിന്ന് എൻ്റെ ആളുകളെ വിട്ടിട്ട് നിന്നെ തേടി ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് തോന്നി, പ്രിയനാണെന്ന് മനസ്സിലായി. പക്ഷേ അവൾ തോന്നുക എൻ്റെ അങ്ക് ഞാൻ ഊരിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കിടപ്പറയിലേക്കുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ളൂ. കിടപ്പറയിൽ വേറെ ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെയുള്ള വസ്ത്രങ്ങളെ ധരിച്ചിട്ടുള്ളൂ. എൻ്റെ അങ്ക് ഞാൻ ഊരിയിരിക്കുന്നു. അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്? എൻ്റെ അങ്ക് ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു. ഞാൻ കാലൊക്കെ കഴുകി ഞാൻ കിടക്കയിൽ വന്ന് കിടന്നു, കാല് കിടക്കയിൽ വെച്ചിരിക്കുന്നു. ഇനി കാലിൽ താഴോട്ട് വെച്ചാൽ അത് പിന്നെയും പൊടി പിടിക്കില്ലേ? മുറിയിലെ പോലെ ഏതെങ്കിലും തരത്തിലുള്ള പൊടിപടലങ്ങളുണ്ടാ കാണുമല്ലോ. എൻ്റെ കാല് ഞാൻ കഴുകിയിരിക്കുന്നു, അത് വീണ്ടും മലിനമാക്കുന്നത് എങ്ങനെ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈ നീട്ടി. ആ വാതിലിൻ്റെ പഴുതിനിടയ്ക്ക് ചെറിയൊരു ദ്വാരം പോലും അവൻ്റെ വിരൽ ആ ദ്വാരത്തിൽ കൂടി അകത്തേക്ക് ഇട്ടു. വാതിൽ തഴുതി മാറ്റിയില്ല. അവൾ തുറക്കാതെ വന്നപ്പോൾ അവൻ ഞെരിച്ച് കൈ ഇങ്ങനെ ഞെരിഞ്ഞ് വാതിൽ കൂടി കൈ നീട്ടി. അവൻ്റെ കൈ ഞെരിഞ്ഞു പോയി. കൈ അപ്പോൾ അങ്ങ് അമർന്നു പോയി. ആ കയ്യിൽ നിന്ന് ചോര പൊടിക്കുന്നുണ്ട്. അവൻ്റെ കൈ ഇങ്ങനെ ആ വാതിൽ പഴുതിൽ കൂടി അവളോടുള്ള സ്നേഹത്തെ പ്രതി അവളെ വിളിക്കാനായിട്ട് ഉറക്കം തെളിയുന്നില്ല, അവൾ എഴുന്നേക്കില്ല. അതുകൊണ്ട് അവൻ വേദനയോടെ, കൈ വേദനിച്ചെങ്കിലും കൈ നീട്ടി. അവൻ ദ്വാരത്തിൽ കൂടി കൈ നീട്ടി. അപ്പോൾ എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈ നീട്ടി. എൻ്റെ ഉള്ള അവനെ ചൊല്ലി ഉരുകിപ്പോയി. അയ്യോ, ഞാൻ എന്താ എണീക്കാൻ, എന്തൊരു കഷ്ടമായിപ്പോയി. എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് ചോര പൊടിച്ച വാതിൽ പഴുതിൻ്റെ ഇടയിൽ കാണുന്ന, അയ്യോ ഞാൻ കാരണമാണല്ലോ, ഞാൻ നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ ഈ കുഴപ്പം വരില്ലായിരുന്നല്ലോ, ഇത്രയും വേദന അവൻ സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എൻ്റെ ഹൃദയം അവനെ ചൊല്ലി ഉരുകിപ്പോയി. അപ്പോൾ എൻ്റെ പ്രിയനെ തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. പ്രിയന് തുറന്നു കൊടുക്കാനായിട്ട് ഞാൻ എഴുന്നേറ്റു. മറ്റ് അസൗകര്യങ്ങൾ നോക്കിയില്ല. ഞാനെങ്കിൽ ഞാൻ ഊരിയിരിക്കുന്നു, വീണ്ടും ധരിക്കുന്നത് എങ്ങനെ, കാല് കഴുകിയിരിക്കുന്നു, വീണ്ടും മലിനമാക്കുന്ന എങ്ങനെയൊക്കെയുള്ള അസൗകര്യങ്ങൾ അതൊന്നും ഇപ്പോൾ നോക്കിയില്ല. ചാടി എഴുന്നേറ്റു. എൻ്റെ കൈ മൂറും എൻ്റെ വിരലിൽ മൂറിൻ തൈലവും തഴുതു പിഴിമേൽ പൊഴിച്ചു. കയ്യിലെല്ലാം സുഗന്ധവസ്തുക്കൾ പുരട്ടിയിട്ടുണ്ട്. അവളുടെ കയ്യിലെ സുഗന്ധവസ്തുക്കൾ ഈ തഴുതു പിടികളിന്മേൽ അവളുടെ കയ്യിലെ സുഗന്ധം അതിലേക്ക് പകർന്നു. എൻ്റെ പ്രിയനെ തുറക്കേണ്ടത് ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതു പിഴിമേൽ പൊഴിച്ചു. ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി തുറന്നു. എൻ്റെ പ്രിയനെ പോയി കളഞ്ഞിരുന്നു. അയ്യോ കഷ്ടം. പ്രിയന് വേണ്ടി ഞാൻ തുറന്നു. ഇത്രയും നേരം മുട്ടിക്കൊണ്ട് നിന്ന പ്രിയൻ പോയി. ഞാൻ തക്ക സമയത്ത് എഴുന്നേൽക്കാത്തതുകൊണ്ട് എൻ്റെ പ്രിയനെ പോയി കളഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ പരവശയായി, അവൾ ദുഃഖിതയായി. അവൾ ഇറങ്ങി, നട്ടപ്പാതിരിക്ക് അവൾ ഇറങ്ങി. അപ്പോൾ അതിൽ കാവൽക്കാരായിട്ടുള്ള യെരൂശലേം നഗരത്തിൻ്റെ വീഥികൾ കാക്കുന്ന കാവൽക്കാരുണ്ട്. ഒരു സ്ത്രീ രാത്രി ഏകാഗിയായി ഒരു ഭ്രാന്തിയെപ്പോലും ഇങ്ങനെ വ്യവരാതി പിടിച്ച് ഓടുന്നു. അവർ തടഞ്ഞു നിർത്തി. നീ എങ്ങോട്ട് പോകുന്നു? നീ ആരാ? അത് അടുത്ത വാക്യം വായിച്ചോ. ഞാൻ എൻ്റെ പ്രിയനു വേണ്ടി തുറന്നു, എൻ്റെ പ്രിയനോ പോയിക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. അവർ എന്നെ അടിച്ചു, മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാരൻ്റെ മൂടുപടം എടുത്തു കളഞ്ഞു. ഇവിടെയൊക്കെ ധരിച്ച് അവൾ പുറത്തിറങ്ങിയത്. പക്ഷേ ഈ സ്ത്രീ ഇങ്ങനെ ആരോരും ഇല്ലാത്തവരെ പോലെ ഇങ്ങനെ പോകുന്നുണ്ടപ്പോൾ കാവൽക്കാരെ തടഞ്ഞു നിർത്തി. അവരവളെ അടിച്ചു. ഈ അഹങ്കാരി ഇപ്പോൾ രാത്രി ഇറങ്ങി കൊള്ളരാമിക്ക് പോകുന്നു. അവളെ അവർ തെറ്റിദ്ധരിച്ചു. ആരാണെന്ന് അവർക്കറിഞ്ഞുകൂടല്ലോ. ഒരു സ്ത്രീ
രാത്രി ഇറങ്ങി നടക്കുന്നു, മെയിൻ റോഡിൽ നടക്കുന്നു, തെരുവിൽ കൂടി നടക്കുന്നു. അവൾ തടഞ്ഞു നിർത്തി, അവളെ അടിച്ചു. മതിൽകാവൽക്കാർ എന്നെ മൂടുപടി എടുത്തു കളഞ്ഞു, അവർ എന്നെ അടിച്ചു, മുറിവേൽപ്പിച്ചു. മതിൽകാവൽക്കാർ എന്നെ മൂടുപടി എടുത്തു കളഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് പോവുക. എന്താ കരയുന്നത്? അടുത്ത വാക്യം. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നുവെന്ന് അവനോട് അറിയിക്കണം. യോധന സ്തോത്രം എന്ന് പറഞ്ഞാൽ അവൾ ആണയിടുകയാണ്. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടോ? നിങ്ങളെങ്ങാൻ കണ്ടോ? ഞാൻ എഴുന്നേറ്റപ്പോഴും വൈകി പോയല്ലോ, എൻ്റെ പ്രിയനെ പോയിക്കളഞ്ഞിരുന്നല്ലോ, ഇനി എന്ത് ചെയ്യും? അവൻ എങ്ങോട്ട് പോയി എനിക്കറിയാൻ വയ്യല്ലോ, ഞാൻ അന്വേഷിച്ച് നടക്കുകയാണല്ലോ. നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടോ? നിങ്ങൾ എന്നോടൊന്ന് അറിയിക്കൂ എന്ന് അവൾ പറയുന്നു. സ്തോത്രം. ഇതാണ് ലിറ്ററൽ മീനിങ്. അക്ഷരികമായ അർത്ഥം ഇതാണ് ലിറ്ററൽ മീനിങ്. എന്നാൽ ഇതിൻ്റെ ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരാത്മീയമായ അർത്ഥമുണ്ട്. എന്താണത്? കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ ഹൃദയാതിക്കൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ പ്രിയപ്പെട്ട സഭയെ നാം ഓരോരുത്തരും നമ്മെ ശത്രുവിൻ്റെ കാരാഗ്രഹത്തിൽ ഉടിവിക്കുവാൻ യേശുക്രിസ്തു വന്ന് വാതിക്കൽ മുട്ടുകയാണ്. ശത്രുവിൻ്റെ കാരാഗ്രഹത്തിൻ്റെ നാം പൂട്ടപ്പെട്ട് കിടക്കുകയാണ്. കാരാഗ്രഹത്തിൽ ജയിലിൽ കിടക്കുകയാണ് നാം ഓരോരുത്തരും. ഏതെല്ലാം തരത്തിലുള്ള ജയിലുകളാണ് ഓരോരുത്തരും. ചില സ്വഭാവ വൈകല്യങ്ങളുടെ ജയിലുകൾ, കോപത്തിൻ്റെ ജയിൽ, അശുദ്ധിയുടെ ജയിൽ, കൊള്ളരുതാത്ത ബന്ധങ്ങളുടെ ജയിൽ, കാമബന്ധങ്ങളുടെ ജയിൽ, ക്രോധാവേശത്തിൻ്റെ ജയിൽ, വൈരാഗ്യത്തിൻ്റെയും പകയുടെയും ജയിൽ. അനേകം ജയിലുകളിൽ കിടന്ന് മനുഷ്യനെ പിശാച് പൂട്ടിയിട്ട് ഉദരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ ഓരോരുത്തരും. മനസ്സിലാക്കൂ, നാം ജയിലറയിലാണ്. സാത്താൻ്റെ തടവുപുള്ളികളാണ്. സാത്താൻ നാം ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പുള്ള കാലത്ത് തന്നെ, ശിശുവായി പിറന്ന കാലത്ത് തന്നെ നാം ഇടയനോട് വാസ്തവമായി വാക്ക് പറഞ്ഞു. കർത്താവായ യേശുവിനോട് വാസ്തവമായി വാക്ക് പറഞ്ഞിരുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുത്തു പോലും ആടുകളെ സ്നേഹിക്കുന്ന നല്ല ഇടയനാണ്. കർത്താവായ യേശുവിനോട് നാം വാക്ക് പറഞ്ഞു, മരണത്തോളം ഞാൻ നിൻ്റെ വക എന്ന്. ഞാൻ യേശുവിൻ്റെ വകയെന്ന് നാം പറഞ്ഞു. മാമോദിസാൻ എന്താ പറഞ്ഞതുപോലും പലരും മറന്നുപോയി. എന്താ പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല. മാമോദിസായിൽ നാം ഓരോരുത്തരും സാത്താനിയെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയായിരുന്നു. ഒരു ശിശു ജനിക്കുകയായിരുന്നു. വീണ്ടും ജന്മം, പുതിയ ജന്മം ലഭിക്കുകയായിരുന്നു. ശാരീരികമായി ജനിച്ച കുഞ്ഞ് ആത്മീയമായി ജനിക്കുകയായിരുന്നു. അങ്ങനെ നാം ഓരോരുത്തരും യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി കൈക്കൊള്ളുകയായിരുന്നു. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറ്റിയ അബദ്ധം, നാം പൈശാചികന് ഇടം കൊടുത്തുപോയി. സാത്താൻ നമ്മെ കീഴടക്കി കളഞ്ഞു. അവൻ്റെ ജയിലിലേക്ക് കൊണ്ടുപോയി. സാത്താൻ്റെ ജയിലിലാണ് എല്ലാവരും, മനുഷ്യരെല്ലാം സാത്താൻ്റെ ജയിൽ പുള്ളികളാണ്. ചിലരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോപത്തിൽ കെട്ടിയിടുന്നു. കോപത്തിൽ ഭയങ്കരമായ കോപം, പൊട്ടിത്തെറിക്കുന്ന കോപം, ഗർജിക്കുന്ന സ്വഭാവം, കോപിച്ച് വിറയുന്ന സ്വഭാവം, കുടുംബം കലങ്ങുന്നു, ഭാര്യാഭർത്തൃബന്ധം ഉലയുന്നു, മക്കൾ നാനാവിധമായി പോകുന്നു. കോപം എന്ന് പറഞ്ഞൊരു ഭീകര പിശാച്. കോപത്തിൻ്റെ പിന്നിൽ ദുരാത്മാക്കളുണ്ട്. മനുഷ്യൻ കോപിക്കുമ്പോൾ അവനൊന്നും അറിയുന്നില്ല. ദുരാത്മാക്കളാണ് കോപിപ്പിക്കുന്നത്, പിശാചാണ് കോപിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാമാസക്തി, ജഡമോഹത്തിൻ്റെ ആസക്തി, വ്യഭിചാരാസക്തി, അശുദ്ധിയാസക്തി, പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും ഉണ്ടാകുന്ന ആ ജഡീക സ്നേഹത്തിൻ്റെ ആസക്തി, അതിൽ കൂടി പിശാച് അനേകരെ കെട്ടിയിടുന്നു. ബാല്യം മുതൽ തന്നെ ഇത് തുടങ്ങും. ബാല്യം മുതൽ ഈ സെക്സിൻ്റെ അട്രാക്ഷൻ, ലൈംഗികത്വത്തിൻ്റെ ആകർഷണം ഓരോ മനുഷ്യൻ്റെയും പിന്നാലുണ്ട്. അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മെ പിശാച് കെട്ടിയിടാനുള്ളതിൻ്റെ ഒരു വലിയൊരു പാതാളമാണ്, വലിയൊരു ജയിലറയാണ്, വലിയൊരു പ്രിസൺ, വലിയൊരു ജയിലാണത്. അശുദ്ധിയുടെ ഒരു ആസക്തി, അശുദ്ധിക്ക് വേണ്ടിയുള്ളതായ ഒരാഗ്രഹം, മനുഷ്യ ശരീരത്തിലുള്ളതായ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതായ നല്ല ഗുണങ്ങൾ വരാവുന്നതായ ആ ഭാഗത്തെ പിശാച് കൈക്കലാക്കി അത് തിന്മയിലേക്ക് നയിക്കുന്നു. അതാണ് ഈ സെക്ഷുവൽ ഡിസയേഴ്സ് എന്നൊക്കെ പറയുന്നത്, ലൈംഗികമായ ആഗ്രഹങ്ങൾ. സെക്സിൻ്റെ അതിപ്രസരം കൊണ്ട് അനേകർ നരകദുരിതം അനുഭവിക്കുന്നവരുണ്ട്. സെക്സിൻ്റെ ആധിക്യം കൊണ്ടും ലൈംഗികതയുടെ മോഹാവേശം കൊണ്ടും ജീവിതം താറുമാറായി പോയ അനേകരുണ്ട്.
അത് ചെറിയ ആളുകൾ മാത്രമല്ല, വലിയ വലിയ ചക്രവർത്തിമാർ വരെ സെക്സിൻ്റെ അടിമകളായി പോയി. അതുകൊണ്ട് അവരുടെ ജീവിതം തകർന്നു പോയി. സെക്സിൻ്റെ അടിമത്വം ഇന്ന് അനേകം യുവതി യുവാക്കളെ ചതിക്കുന്നൊരു ഭീകര കാര്യമാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. ബാല്യത്തിൽ തന്നെ ഏതാണ്ട് തുടങ്ങും. കൗമാരപ്രായത്തിലേക്കാകുമ്പോൾ പയ്യെ പയ്യെ വികസിച്ച് വരും. ഒരു യൗവനത്തിൻ്റെ ആരംഭമാകുമ്പോഴേക്കും എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ച് തിന്മയിലേക്ക്, അശുദ്ധിയിലേക്ക് മനുഷ്യൻ ചാഞ്ചാഞ്ഞു പോകും. അപ്പോൾ ഇത് ഒരു പൈശാചികൻ്റെ കണിയാണ്. എന്നെ അതിന് കിട്ടുകയില്ല, യഥാർത്ഥ കാര്യത്തിന് എന്നെ കിട്ടുകയില്ല എന്നുള്ള ദൃഢമായ പ്രതിജ്ഞ നമുക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ, എന്നെ നാരകത്തിൻ ചുവട്ടിൽ വെച്ച് എൻ്റെ അമ്മേനെ പ്രസവിച്ച് എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ എന്നെ കാത്തതിന് രക്ഷിച്ചതിന് ഇത്രത്തോളം നടത്തിയ എന്നെ കാത്തു പരിപാലിച്ച നല്ല ഇടയിലുള്ളതായ സ്നേഹം നമുക്ക് വരണം. കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നെ വീണ്ടെടുത്തത്. യേശു ക്രിസ്തു സ്നേഹമാണ് എന്നെ വീണ്ടെടുത്തത്. ക്രിസ്തു എന്നെ വീണ്ടെടുത്തത് എന്നെ തന്നെ മണവാട്ടിയാക്കി തൻ്റെ സ്വർഗീയ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോകാനാണ്, തോട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ്. സ്വർഗീയ തോട്ടം, സ്വർഗീയ ഉദ്യാനം. എന്നെ കർത്താവായ യേശു ക്രിസ്തു അന്ന് അവിടെ നിന്ന് രക്ഷിച്ചത് നാശയോഗ്യമായ ലോകത്തിൻ്റെ പാതകളിൽ നിന്ന് എന്നെ വിടുവിച്ച് സ്വർഗീയ ഉന്നതങ്ങളിലേക്ക് എന്നെ കയറ്റി കൊണ്ടുപോകാനാണ്. സ്വർഗീയമായ പരമാവകാശം എനിക്ക് തരുന്നതിന് വേണ്ടിയാണ്. ആ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു എന്നെ വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു. എന്നെ ചോരയിൽ കുളിച്ചുകൊണ്ടിരുന്ന എന്നെ വിടുവിച്ചു. ചോരയിൽ കിടന്ന് ഉരുളുന്നെങ്കിൽ നീ ജീവിക്കുക എന്ന് കൽപ്പിച്ചു. നീ ചോരയിൽ കിടന്ന് ഉരുളുന്നെങ്കിൽ നീ ജീവിക്കുക. മരിച്ചു പോകേണ്ടതായിരുന്നു, തീർന്നു പോകേണ്ടതായിരുന്നു, എന്നേക്കുമായി നശിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു നമ്മെ നമ്മുടെ ശിശുപ്രായത്തിൽ തന്നെ നമ്മെ വീണ്ടെടുത്തു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഓരോ കുഞ്ഞും പാവിയാണ്, പാവമുള്ളവളാണ്. പാപം ചെയ്തിട്ടല്ല പാവമുള്ളത്, ജന്മനാ തന്നെ പാവിയാണ്. ഓരോ മനുഷ്യനും പാവമുള്ളവനാണ്. പാവിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ജീവൻ വെടിഞ്ഞു. നമുക്ക് ജീവൻ തരാൻ യേശു തൻ്റെ സ്വന്തം ജീവൻ വെടിഞ്ഞു. അത്രയും നമ്മെ സ്നേഹിച്ച ക്രിസ്തുവിനുള്ളതായി നന്ദി കൊണ്ട്, സ്നേഹം കൊണ്ട് നിറഞ്ഞ് നാം ക്രിസ്തുവിനെ ആരാധിക്കുകയും ക്രിസ്തുവിൻ്റെ സ്വന്തം മണവാട്ടിയായി നാം തീരുകയും ചെയ്യേണ്ടതാണ്. ക്രിസ്തുവിനോട് ചെയ്ത ഉടമ്പടി നാം പാലിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. യേശു അരികത്ത് നിങ്ങൾ വിളിക്കുകയാണ്, മോനെ നീ ഇനിയും വൈകല്ലേ എന്ന് കർത്താവ് പറയുന്നു. മോളെ ഇനിയും വൈകല്ലേ. താമസിച്ചാൽ ചിലപ്പോൾ നിനക്ക് കുറ്റം വരും. താമസിച്ചാൽ ചിലപ്പോൾ നിനക്ക് അപകടം വരും. താമസിച്ചാൽ നിനക്കകത്ത് പ്രവേശിക്കാൻ പറ്റാതെ വരും. നീ ഒട്ടും വൈകല്ലേ, കടന്നു വരൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങൾ വിളിക്കുന്നു. പ്രവേശിക്കാം. ആ തുറന്ന വിലാവിൽ കൂടി, തുറന്ന ഹൃദയത്തിൽ കൂടി ഇതാ യേശുവിൻ്റെ സ്നേഹം ഒഴുകുന്നു. യേശുവിൻ്റെ സ്നേഹം ചോരയും നീരും ഒഴുകുന്നു. നമുക്ക് പറയാം, കർത്താവേ എനിക്ക് വേണ്ടി തുറന്ന് തിരുവിലാവ്. ഞാൻ തിരുവിലാവിൽ മൊത്തട്ടെ, ഞാൻ തിരുവിലാവിൽ ചാരട്ടെ. ഹല്ലേലൂയ. കർത്താവേ ഞാനവിടെ വിശ്രമിക്കട്ടെ, അവിടെ ഞാനിരുന്ന് വിശ്രമിക്കട്ടെ. കർത്താവേ എൻ്റെ ക്ഷീണമുള്ള ജീവിതം, തകർന്നുപോയ ജീവിതം, ഉടഞ്ഞുപോയ ജീവിതം, തോൽവിയടഞ്ഞ ജീവിതം, പരാജയപ്പെട്ടു പോയ ജീവിതം, കഷ്ടനഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ ജീവിതം ഇതാ ഞാൻ നിനക്ക് കാണിക്കയായി അർപ്പിക്കുന്നു. വേറെ നല്ലതും തരാനില്ല കർത്താവേ, ഇല്ല, നല്ലതൊന്നുമില്ല. ജീവനുള്ള ദൈവമേ, തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. ഞങ്ങൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങളെല്ലാം തരുന്നതിനായി സ്തോത്രം. ആളാമൃതി ഞങ്ങളെ കാണുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരോടൊന്ന് സ്നേഹിക്കുന്നതിനായി സ്തോത്രം. രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെല്ലാം ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരമോന്നത നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.